Good morning, dear students. അപ്പോൾ നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേർഡ് പാർട്ടിൽ കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി എന്നുള്ള ഭാഗമാണ്. ഓക്കെ, പാർട്ട് തേർഡിലാണ് നമ്മൾ ഇപ്പോഴും ഓരോരോ പാർട്ട് കവർ ചെയ്ത് പോകുന്നത്. അതിൽ റിലീജിയസ് തിയറി ഓഫ് ഗുഡും ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റി ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ മൊറാലിറ്റി ആൻഡ് എത്തിക്സ് ആൻഡ് പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ യൂണിറ്റ് തേർഡ് യൂണിറ്റ് 4 കൂടി ഇൻക്ലൂഡഡ് ആണ്. യൂണിറ്റ് തേർഡ് ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റി ആണ്, യൂണിറ്റ് തേർഡ് ആണ്. പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി യൂണിറ്റ് 3 ആണ്. 3ഉം 4ഉം ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റി 3ഉം പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി 4ഉം യൂണിറ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കവർ ചെയ്ത് പോകുമ്പോൾ ഒന്നൊന്നിനോട് റിലേറ്റഡ് ആണ്. മിസ് പറയുന്ന പോയിന്റ്സ് നേരത്തെ പറഞ്ഞു. പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി എന്ത് ചെയ്യാൻ പറഞ്ഞു, നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറഞ്ഞു, അണ്ടർലൈൻ ചെയ്യാനൊക്കെ മിസ് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ നമ്മൾ പറയാൻ പോണ ഡയമെൻഷൻസ് അതായത് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അളവുകൾ അല്ലേ? മലയാളത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അളവുകൾ. ഇതൊരു എന്താ ലെങ്ത്ത്, നമ്മൾ മാത്സിലൊക്കെ ഉപയോഗിക്കുന്ന ഡയമെൻഷൻസ്, ഓരോന്നിനും ലെങ്ത്തും വിഡ്ത്തും കാര്യങ്ങൾ, നീളം, വീതി, അതൊക്കെയാണ് അളവ് എന്ന് പറയുന്നത്. അളവുകോലാണ് അല്ലേ ഡയമെൻഷൻസ്. അതെന്താണ് ഇവിടെ ഡയമെൻഷൻ? കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റിയിൽ എന്താണ് ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റി? എന്താണ് മൊറാലിറ്റി? സ്വഭാവശുദ്ധി നമ്മൾ നേരത്തെ പറഞ്ഞു, അച്ചടക്കം, ധാർമ്മികത എന്നാണ് അതിന് മലയാളത്തിൽ ഒറിജിനൽ പറയുന്നത്, ധാർമ്മികത. അപ്പോൾ ധാർമ്മിക മൂല്യം അതൊക്കെ അച്ചടക്കത്തിൽ ഉൾപ്പെടുന്നതാണ്. നിങ്ങൾക്കറിയാം, ഒരു വ്യക്തി, നേരത്തെ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഒരു ബസ്സിൽ നിന്ന് മിസ്സിൻ്റെ അനുഭവം പറഞ്ഞു. സ്വഭാവശുദ്ധി എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്ന് കിട്ടണം എന്നൊക്കെ പറയും. എങ്കിലും നമ്മുടെ ചുറ്റുപാടുള്ള സറൗണ്ടിങ്സിൽ കാണുന്ന നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. ഒരു ബസ്സിൽ കയറുമ്പോൾ ബഹുമാനിക്കുക, പ്രായ ആൾക്കാർ ബസ്സിൽ കയറുമ്പോൾ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് കൊടുക്കുന്നത് എന്താണ്? അതാണ് ജസ്റ്റ് ഫോർ എൻ എക്സാമ്പിൾ ഫോർ മൊറാലിറ്റി, അല്ലെങ്കിൽ എന്താണ് ധാർമ്മികത, അല്ലെങ്കിൽ എന്താ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു അളവ് അല്ലേ? എന്തിൻ്റെ അളവാണ്? വാല്യൂ ഓഫ് നമ്മുടെ ക്യാരക്ടർ. നമ്മൾ ക്യാരക്ടറിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടിയത് എവിടുന്ന? ഹോം, കുടുംബത്തിൽ നിന്ന് വളർന്നു വരുന്ന, നമ്മൾ കുഞ്ഞിലേ വളർന്ന് വന്ന് സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന പല കാഴ്ചകളും പലതും നമ്മൾ എന്താക്കുന്നത്? ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അത് മീൻസ് ഒരു നേരത്തെ പറഞ്ഞ ബസ്സിൽ നിന്ന് കയറി വരുന്ന ഒരു വൃദ്ധയായ ഒരു സ്ത്രീക്ക് ഒരു കുട്ടി പെട്ടെന്ന് സീറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തുണ്ട്? ധാർമ്മിക ബോധമുണ്ട്, ഒരു മൊറാലിറ്റി തിങ്കിങ് ഉള്ളിലുണ്ട്. നമുക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ ആ കുട്ടി കിട്ടിയത് വളർച്ചയുടെ അമ്മയിൽ നിന്നോ അച്ഛനിൽ നിന്നോ വീട്ടിലുള്ള സാഹചര്യങ്ങൾ കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ റിലേറ്റഡ് ആവാം. പക്ഷെ അത് കാണുന്ന വേറൊരു വ്യക്തി, അവിടാണ് ഇവിടെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കാണുന്ന വേറൊരു വ്യക്തിക്ക് അതെന്തായി മാറുകയാണ്? ഒരു എക്സാമ്പിളായി മാറുകയാണ്. ആ കുട്ടി ചെയ്തല്ലോ. ഒരുപക്ഷെ കാണുന്ന കുട്ടി, ആ വ്യക്തി എന്താവാം? ഒരു കുട്ടിയാവാം, അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് മാൻ ആവാം, ഒരു മധ്യവയസ്കനോ, അല്ലെങ്കിൽ ഒരു സ്ത്രീയോ, ഒരു ഏജ്ഡ് വുമണോ, ഏജ്ഡ് മാനോ, ആരാവാം, ഒരു വയസ്സായ പ്രായം ചെന്ന ആരായാലും ആ കുട്ടി ചെയ്തത് കാണുമ്പോൾ അത് പോസിറ്റീവ്ലി എന്താവും? ഒരു പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്നവരത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കും. അതൊരു എക്സാമ്പിളായി മാറും. അതായത് ഇതേ പ്രായത്തിലുള്ള ഒരു കുട്ടി അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തായി? ഒരു എക്സാമ്പിൾ. ചിലപ്പോൾ ഈ കുട്ടി കണ്ടുകൊണ്ടിരുന്ന കുട്ടി അങ്ങനെ ചെയ്യുന്ന കുട്ടി അല്ലായിരിക്കും, ആ കുട്ടി വേറൊരു ഇതിൽ വളരുന്ന കുട്ടിയായിരിക്കും. അപ്പോൾ അതിന് തോന്നുക ഇതൊരു എക്സാമ്പിൾ ആണല്ലോ. യെസ്. അപ്പോൾ മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ എപ്പോഴും അനുഭവങ്ങളായിട്ടും നമ്മൾ അറിയുന്ന പല എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്ത്? ഈ ഒരു മൊറാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ പറയുന്നത് ഹാവിങ് ദ ഡെഫിനിറ്റ് സോഷ്യൽ മാലൈസ് ദാറ്റ് ദ ഹ്യൂമൻ സൊസൈറ്റി ഓഫ് ജനറൽ ആൻഡ് ഇന്ത്യൻ സൊസൈറ്റി പെർട്ടിക്കുലർ ദാറ്റ് സഫറിംഗ് ഫ്രം attempt to define and discuss the morality of moral education in the earlier unit of block, and we discussed the impartiality, honesty, like truthfulness and okay. അപ്പോൾ എന്തൊക്കെയാണ് മൊറാലിറ്റിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക. നേരത്തെ നമ്മൾ പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി നോട്ട് ചെയ്യാൻ മീൻസ് പറഞ്ഞിട്ടുണ്ട്, ഡയമെൻഷൻസ് നോട്ട് ചെയ്യാൻ മീൻസ് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഓരോന്നിനും ഓരോ, അതായത് നമ്മുടെ സൊസൈറ്റിയിലുള്ള വാല്യൂ ഓഫ് മൊറാലിറ്റി അല്ല, വാല്യൂ ഓഫ് ഈക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ് മിസ് കുറേ പോയിന്റ്സ് പറഞ്ഞിരുന്നു. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതേപോലെ ഇതും നിങ്ങൾ നോട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ പറയുന്നത് ദ ഫാക്ടേഴ്സ് ഓഫ് മൊറാലിറ്റി, അത് മൊറാലിറ്റി എന്നുള്ള സ്വഭാവം, ഒരാളുടെ ധാർമ്മിക മൂല്യത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഘടകങ്ങൾ ഏതെല്ലാം, ദ ഇമ്പോർട്ടൻസ് ഓഫ് മോറൽ വാല്യൂസ് എന്ന് ചോദിച്ചാലും, അതായത് ഫാക്ടേഴ്സ് ഓഫ് മോറൽ വാല്യൂ അല്ലെ എക്സാമ്പിൾസ് ഓഫ് മോറൽ വാല്യൂ ചോദിച്ചാൽ എന്തൊക്കെയാണ്? ട്രൂത്ത്ഫുൾനെസ്, അതായത് സത്യസന്ധത, ശരിയായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാവാം. നെക്സ്റ്റ് ഹോണസ്റ്റി, എന്താവാം? അതും സത്യസന്ധത തന്നെയാണ്. ഇംപാർഷ്യാലിറ്റി, ദെൻ ആൻഡ് ദ ടു ബി ലൈക്ക് എന്താണ്? ഗുഡ് ക്യാരക്ടർ ആൻഡ് ഗുഡ് ആറ്റിറ്റ്യൂഡ്, ഗുഡ് ബിഹേവിയർ. ഇതെല്ലാം എന്താണ്? ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന സ്വഭാവ ഗുണം അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക്
പറ്റുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഇൻവോൾവിങ് ദ നമ്പർ ഓഫ് ഫാക്ട് ഡയമെൻഷൻസ് ലൈക്ക് അതർ ബിഹേവിയറൽ ചേഞ്ചസ്, ഗുഡ് ബിഹേവിയർ, ഗുഡ് ആറ്റിറ്റ്യൂഡ്, ഗുഡ് ബിഹേവിയർ ഒക്കെ അതിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ. അതൊക്കെ എഴുതി വെക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ഹു ഈസ് ദ മൊറാലിറ്റി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ. ആരാണ് മൊറാലിറ്റി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ? സ്വഭാവശുദ്ധി പഠിച്ചിരിക്കുന്ന വ്യക്തി ആരാണ്? ഹൂ ഈസ് എന്നാണ് ചോദിച്ചത്, ആരാണ്. പക്ഷേ ഇവിടെ ഹൂ ഈസ് എന്നല്ലാതെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആരായി മാറണം, ആരായി തീരണം. മിസ് നേരത്തെ എക്സ്പീരിയൻസ് ബസ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മിസ്സ് വളർന്ന സാഹചര്യം, മിസ്സിൻ്റെ പാരൻസ് മിസ്സിനെ അങ്ങനെ വളർത്തിയത് കൊണ്ട് തന്നെയാണെന്ന് മിസ്സിന് നിസ്സംശയം പറയാം. അല്ലാതെയും എന്ത് ഇപ്പോൾ അനാഥാലയങ്ങളിലോ അല്ലെങ്കിൽ ക്രിമിനൽ ഹോമുകളോ എന്തായാലും പറയാം, ഈ കുട്ടികൾ ഇതാവും ക്രിമിനലാകുമ്പോൾ കൊണ്ടുവരുന്ന ജുവനൽ ഹോം എന്നൊക്കെ പറയുന്ന ഓരോ പേരുകളുണ്ട്. ആ അവരിന് വളർന്ന ക്രിമിനലായിരുന്ന കുട്ടികളെ കൊണ്ടിടുന്നതാണ്. അത് സമൂഹത്തിൽ അനാഥരായ കുട്ടികളുണ്ട്, ക്രിമിനലായി വളരുന്നവരുണ്ടാവും, അറിയാതെ സമൂഹത്തിൽ ജനിച്ചു പോയിട്ട് അച്ഛനെ ഉപേക്ഷിച്ചവരുണ്ടാവും. അങ്ങനെയൊക്കെ വളരുന്ന ആ സമയത്ത് അവർക്ക് ചിലപ്പോൾ ആരുണ്ടാവില്ല, പാരൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ ചിലപ്പോൾ ഓരോന്ന് ക്രിമിനൽ ബുദ്ധിയിൽ വളർന്നു എന്നും വരാമെന്നാണ് മിസ് ഒരു എന്താ പറയുക, മേ ബി ചിലപ്പോൾ വളരാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം, അവർ സ്വഭാവമൊക്കെ നന്നായിക്കോളും നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അവർ കാണുന്നതും ചിലപ്പോൾ എന്തെങ്കിലും പിടിച്ചു പറയും ഇമോഷൻ അതിലേക്കൊക്കെ പോകാനും സാധ്യതയുണ്ട്. പക്ഷെ ഉണ്ടെങ്കിലും അത് ഗുഡായിട്ടുള്ള ഗുഡ് പേഴ്സണായിട്ട് വളരുന്നവരും ഉണ്ട്. നമുക്ക് പല ചരിത്ര പുരുഷന്മാരുടെയും ബാക്ക്ഗ്രൗണ്ടൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും, പലർക്കും അത്രയും നല്ലൊരു ഗുഡ് ബാക്ക്ഗ്രൗണ്ടൊന്നും ആയിരിക്കുന്നില്ല ഉള്ളത്. അവരൊക്കെ എല്ലാം സഫറിങ്സും എല്ലാ ബുദ്ധിമുട്ടും അനുഭവിച്ച് വളർന്നിട്ട് അവർ നല്ലൊരു നിലയിലെത്തിയ എത്രയോ നല്ല ഫിലോസഫേഴ്സിൻ്റെ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ചില വ്യക്തികളെ സ്വാധീനിക്കുന്നത് പാരൻസ് ആവാം. അപ്പോൾ മിസ് അന്ന് ബസ്സിലൊരു സംഭവം മിസ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു. അത് മിസ്സിന് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മോറൽ വാല്യൂ മിസ്സിന് കിട്ടിയത് മിസ്സിൻ്റെ ജീവിതത്തിൽ നിന്നാണ്. മിസ്സിൻ്റെ പാരൻസ്, മിസ്സിൻ്റെ അച്ഛൻ, അമ്മ, മിസ്സിൻ്റെ സഹോദരങ്ങൾ, അവർ നമ്മൾ കൊണ്ടും കൊടുത്തും അത്രയും സ്നേഹം, കോപ്പറേഷൻ, ലവ്, ക്യാരിറ്റി, നമ്മുടെ ക്യാരക്ടറൊക്കെ ചേഞ്ചസ് ആവും. അത് എന്താ പറയുക, ത്യാഗം, പിന്നെ സഹകരണം, നേതൃപാടവം, പിന്നെ സ്നേഹം, പിന്നെ നമ്മൾ ഓരോന്നിനോരോ എന്താ പറയുക വിട്ടു കൊടുക്കാനുള്ള ഒരു മനോഭാവം. ഈ പരസ്പര സഹോദരങ്ങൾ വളരുമ്പോൾ പക്ഷേ ഒരു സഹോദരിക്ക് വേണ്ട തന്നെ മറ്റവർക്ക് വേണ്ടി, അങ്ങനെ കുഞ്ഞിൽ അങ്ങനത്തെ ഒരു കുട്ടികളുടെ ഒരു വാശിയാവാം. അപ്പോൾ വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ് ഭയങ്കരമായിട്ടൊരു മനസ്സാണ്. അതൊക്കെ വളർന്ന് വലുതാകും തോറും അത്രയും ഗുഡ് ക്യാരക്ടറായിട്ട് വളരുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്താ മൊറാലിറ്റീൻ്റെ ഒരു ഭാഗം. അപ്പോൾ ഹൂ ഈസ് ദ ഗുഡ് ക്യാരക്ടർ അല്ലെങ്കിൽ ഹൂ ഈസ് ദ ഗുഡ് മൊറാലിറ്റി പേഴ്സൺ? ആരാണ് ഗുഡ് മൊറാലിറ്റി പേഴ്സൺ എന്ന് പറയുന്നത്? അതിൻ്റെ അർത്ഥം എന്താണ്? ഗുഡ് മൊറാലിറ്റിക്ക് വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ ബ്ലോക്കിൽ 4 യൂണിറ്റാണ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഓരോന്നും മൊറാലിറ്റി ആയിട്ട് നമ്മൾ ഓരോ യൂണിറ്റും എന്താണ് മൊറാലിറ്റി ആയിട്ട് എന്തായിട്ടാണ് റിലേറ്റഡ് ആണ്. റിലീജിയസ് ആയാലും തിയറി ഓഫ് ഗുഡ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റി ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ മൊറാലിറ്റി ആൻഡ് എത്തിക്സ്, പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി. ഇത് 4ാമത്തെ യൂണിറ്റാണ്. എന്ത് പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി? അത് നമുക്കറിയാം. ഫ്രട്ടേണിറ്റി, ഈക്വാളിറ്റി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ എത്തിക്സ് വേണം. നേരത്തെ നമ്മളെ ബിസിനസ് മാനേജ്മെൻറ്റിൽ പഠിച്ച പോലെ എല്ലാത്തിനും ഒരു എത്തിക്സ് വേണമല്ലോ. അത് ബിസിനസ് ആയാലും ഡീലിങ്സ് ആയാലും കസ്റ്റമേഴ്സ് ആൻഡ് ബിസിനസ്മാനും അല്ലെങ്കിൽ സെയിൽസ്മാനും കസ്റ്റമറും നമ്മുടെ ഡീലിങ്സ് ആയാലും എത്തിക്സ് നിർബന്ധമാണ്. അതേപോലെ തന്നെ മൊറാലിറ്റിയിൽ എന്ത് വേണം? ഒരു എത്തിക്സ് വേണം. അതായത് ഒരു സത്യസന്ധത വേണം എന്ത് കാര്യത്തിനും. ഒരു വ്യക്തി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് വേണം? മറ്റുള്ളവരെ പറ്റിക്കാതെ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു എന്നാൽ സ്വന്തമായിട്ട് എന്ത് വേണം? ഒരു വ്യക്തിത്വം ഉണ്ടാവണം. താൻ ആ ലെവലിൽ വേണം ഒരു വ്യക്തി വളരാൻ. അതാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞത്. ഓക്കെ, then whom called a morality educated person? It is understanding about dimensions of morality can be facilitated with analyzing the previous classes. An educated second discussion of connection moral education hold we would not be like to call a person morality person. It is who has had a kind of moral upbringing and which is about what to be believed instead of person morally educated. Okay, according to this approach, ബാഗ് ഓഫ് വെർച്ചസ് എന്നും പറയുന്നു. അക്കോർഡിംഗ് ദിസ് അപ്രോച്ച് മൊറാലിറ്റി കൺസിസ്റ്റ് ഇൻ certain fixed and unchangeable values which are to be instilled in children. Children rewards and punishment. Children so brought role of teachers, need value of oriented education. Okay, who brought in this society?
Who is the morality educated person? Who is the morality educated person? നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ എ പേഴ്സൺ ഹു ഇസ് നോട്ട് കേപ്പബിൾ ഓഫ് റീച്ചിങ് ദ ഹെർ, അതായത് ഒരു പേഴ്സൺ റീച്ച് ചെയ്യുന്നത്, എത്തുന്നത് എവിടെയാണ്, അത്രയും നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഗുഡ് ക്യാരക്ടറായി മാറുന്നത് അദ്ദേഹം സൊസൈറ്റിയിൽ കാണുന്ന പല ഗുണങ്ങളും ആപ്റ്റ് ചെയ്തുകൊണ്ടാണ് അല്ലേ, അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ്. നേരത്തെ നമ്മൾ ബസ്സിലെ കാര്യം പറഞ്ഞു, അതൊരു കുട്ടി കാണുമ്പോൾ ആ കുട്ടി മൈൻഡിലേക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നു, കാരണം നല്ല കാര്യമാണ്, ആ കുട്ടിക്ക് അതൊരു എക്സാമ്പിളായി മാറി അല്ലേ. പ്രായം ചെന്നാൽ അവർക്ക് സീറ്റ് മാറിക്കൊടുത്തത് ഒരു കുട്ടിയാണ്, അപ്പം അത് കാണുന്ന ആ കുട്ടിക്ക് എന്തായി മാറി, മറ്റൊരു കുട്ടിക്ക് അത് എന്തായി മാറി, എക്സാമ്പിളായി മാറി. അതെല്ലാം ഒരു ക്യാരക്ടറിൽ നമ്മൾ പോസിറ്റീവായിട്ടൊരു വ്യക്തിത്വം ഉണ്ടാവാനുള്ള കാരണം, ഈ വ്യക്തിത്വത്തിന് മൊറാലിറ്റി, സ്വഭാവശുദ്ധി, അല്ലെങ്കിൽ അതൊരു ധാർമ്മിക മൂല്യം അവിടെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, sometimes our moral behavior is affected by our feelings and emotions more at the cognitive level. We are pulled of many forces of Aristotle called pleasures which may be differ from the doing of it do. അപ്പോൾ വേറൊരു കാര്യം പറയുന്നത് എന്താണ്, നമ്മുടെ സ്വഭാവം ഒരു സിറ്റുവേഷനിൽ ഒരു പക്ഷെ നമുക്ക് എന്താവാം, ദേഷ്യം വരാം, നമ്മൾക്ക് പേഴ്സണലി അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും, സന്തോഷം വരും, വ്യക്തിപരമായിട്ട് നമുക്ക് സന്തോഷിക്കുന്ന സമയമുണ്ടാവും, ദേഷ്യം വരുന്ന സമയങ്ങളുണ്ടാവും. അപ്പോൾ എന്താവും, നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ മൊറാലിറ്റി എന്ത് ആവാം, മൊറാലിറ്റി കൈക്കടന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഭവങ്ങളുണ്ടാവും. കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ അത്രയും മനോഹരമായി വളർത്തിക്കൊണ്ട് വരുമ്പോൾ ആ കുഞ്ഞിനെ ഒരാൾ ഉപദ്രവിക്കുന്നത് കണ്ടാൽ, അപ്പോൾ അമ്മയ്ക്ക് അവിടെ തൻ്റെ മകളെ സേവ് ചെയ്തേ പറ്റൂ, മകളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ അമ്മയ്ക്ക് എന്ത് ചെയ്യണം, ഒരു പക്ഷേ അയാളെ തലക്കൊന്ന് അടിച്ചിട്ട് മകളെ രക്ഷപ്പെടുത്തേണ്ടി വരും. അത് അയാൾ മകളെ ഉപദ്രവിക്കുന്നത് കാണുന്ന ഒരമ്മ ആ മകളെ രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്യും, തൊട്ടടുത്തൊരു വടി എന്തോ കിട്ടിയാൽ ഉപദ്രവിക്കേണ്ടി വരും, അയാളിനെ രക്ഷപ്പെടുത്തി കിട്ടാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും അക്രമ സംഘങ്ങളിൽ നിന്ന് തൻ്റെ മകളെ രക്ഷപ്പെടുത്താൻ ചെറിയൊരു അക്രമം തന്നെ അമ്മയ്ക്ക് ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ എന്താണ്, മൊറാലിറ്റിക്ക് എന്തല്ല, മൊറാലിറ്റി അപ്പോൾ അവിടെ എന്ത് ചെയ്യപ്പെടുകയാണ്, നെഗറ്റീവായിട്ട് വരിക ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ചില നമ്മുടെ സാഹചര്യങ്ങളും ഓരോ വ്യക്തികൾക്ക് ചില അടിയന്തര സാഹചര്യങ്ങളും വരാം എന്നും ഇതിൽ പറയുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇതിൽ പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ മൊറാലിറ്റി ആൻഡ് എത്തിക്സ് ആണ്. പേഴ്സണൽ മോറൽസ് ഓഫ് റിഫ്ലക്ട് ബിലീഫ്സ് ആൻഡ് റിലേറ്റിംഗ് ടു ഡ്രിങ്കിങ് ആൻഡ് വി ക്യാൻ മോറൽ ഇൻ അതർ വേർഡ്സ് മോറൽ വാല്യൂസ് ആർ ജനറലി അസോസിയേറ്റഡ് വിത്ത് പേഴ്സണൽ view of values, morals. Personal morals tend to reflect beliefs and relating and drinking, glamping and reflect influence of religion, culture and family of friends. Morality എന്തിനെ റിലേറ്റഡ് ആവാം, റിലീജിയൻ്റെ റിലേറ്റഡ് ആവാം എന്ന് നമ്മൾ പറഞ്ഞു. റിലീജിയൻസിന് മൊറാലിറ്റി റിലീജിയൻസിന് റിലേറ്റഡ് ആവാം, ഫാമിലിയെ റിലേറ്റഡ് ആവാം, ഫ്രണ്ട്സിന് റിലേറ്റഡ് ആവാം. ഇതെല്ലാം റിലീജിയനും എന്താണ്, നമ്മുടെ മൊറാലിറ്റി റിലേറ്റഡ് ആണ്. ഒരു വ്യക്തിയെ മാറ്റിമറിക്കുന്ന ഒരു പക്ഷേ ആ മൊറാലിറ്റി ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ എക്സാമ്പിൾ ഒരു ഇല്ലത്ത് താമസിക്കുന്ന ഒരു നല്ല ദൈവത്തിനെ എപ്പോഴും പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാവാം. അദ്ദേഹം വളരെ നല്ല മൊറാലിറ്റി ഉള്ള ഒരാളായിരിക്കും, പക്ഷേ അയാൾക്ക് പുറം ലോകത്തെ പറ്റി വലിയ നോളജൊന്നും ഇല്ലെങ്കിലും അതും ഒരു മൊറാലിറ്റിയാണ്. കാരണം പുറത്തേക്കുള്ള അതൊന്നും ഇല്ലെങ്കിലും ഒരു ദൈവത്തെ പ്രീതിക്കും. അപ്പോൾ അവിടെ റിലീജിയൻ റിലേറ്റഡ് ആണ്. ദെൻ കാസ്റ്റ്, ചില കാസ്റ്റ് റിലേറ്റഡ് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ ജാതി, അപ്പം അവിടെ നല്ല ഗുഡായിരിക്കും. വേറെ വലിയ റിലേറ്റഡ് ആയിട്ടുള്ള വേറെ അങ്ങനത്തെ ഗുണങ്ങളൊന്നും ഇല്ലെങ്കിലും അത് അപ്പോൾ ഒരു സ്വാർത്ഥ താല്പര്യം കൂടി എന്താണ് മൊറാലിറ്റി, അത് സിറ്റുവേഷൻ കൊണ്ടും കാസ്റ്റ് കൊണ്ടും റിലീജിയൻ, നമ്മൾ ഈ പോയിന്റ് ഇതിലേക്ക് വരികയാണ്, റിലീജിയൻ കൊണ്ട് എന്താവാം മൊറാലിറ്റി റിലേറ്റഡ് ആണെന്നാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പറയുന്നത്. ഓക്കെ.